ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു കുമ്പളങ്ങ കൃഷി നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമുക്ക് ടൈമില്ല, അതുപോലെ സ്ഥലമില്ല, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണ് കുമ്പളങ്ങ. അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് ധൈര്യത്തിൽ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് കൂടുതൽ നമുക്ക് കുമ്പളങ്ങ കിട്ടും. അപ്പോൾ നമുക്ക് ആഴ്ചയിലോ രണ്ടാഴ്ചയോ കൂടുമ്പോൾ ഒരെണ്ണം എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് കുമ്പളങ്ങ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്രത്തോളം കുമ്പളങ്ങ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതിന് പന്തലും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ ഞാൻ ചെയ്യുന്നുള്ള ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവൻ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മാവിലാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കണം, പന്തലിടണം, അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ മരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്ക് അതിലോട്ട് കയറ്റി വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് അതിന് വേണ്ടി ഒരു ഇതൊക്കെ വേണമെന്നൊന്നുമില്ല, എവിടെ വേണമെങ്കിലും വരുന്നതാണ് കേട്ടോ കുമ്പളങ്ങ. ഇത് കുമ്പളങ്ങ മീൻസ് ഇത് കുറച്ച് വലിപ്പമുള്ള ടൈപ്പാണ്. നമ്മൾ ചമ്പളങ്ങ അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ ഭാഗത്തൊക്കെ പറയാറുണ്ട്. അത് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ അത്. അപ്പോൾ ഇത് എന്താണ് കുറച്ച് ഞാൻ അതിൻ്റെ അപ്പുറത്തോട്ട് പോയപ്പോൾ ഞാൻ അതിന് ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചാണ്. എന്താണ് അപ്പോൾ ആദ്യം ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി കുറച്ച് നല്ല വിത്ത് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന കുമ്പളങ്ങ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് കുറച്ച് നല്ലൊരു വിത്ത് അറിയാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഓക്കെയാണ്, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തതാണ് കേട്ടോ കയ്പ്പയ്ക്ക കൃഷിയും. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ മുളപ്പിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് മാത്രം മതി. പിന്നീട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നടുന്ന സമയം തൊട്ടിട്ട് നല്ലോണം ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ കുമ്പളങ്ങ വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രോ ബാഗിലാണ് വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കട്ടെ. അപ്പോൾ ആദ്യം ഞാൻ വേപ്പിൻ പിണ്ണാക്കെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 2 കിലോ, അതേപോലെ ഡോളാമിറ്റ് നമുക്ക് മണ്ണിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് മാറ്റി കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടിയും അതൊരു 2 കിലോന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ നമുക്കതൊന്ന് മണ്ണിൽ മിക്സ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നമുക്ക് നല്ല കാൽസ്യം കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ല് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ട് വേണ്ടത് ചകിരിച്ചോറാണ്. കാരണം നമ്മൾ വിത്ത് തൊട്ട് മുളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചകിരിച്ചോറ് എടുക്കണം. കാരണം എന്നാലേ നമുക്കത് നല്ലോണം വേരോട്ടം ഉണ്ടാവാനും നല്ല ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ പച്ചച്ചാണകം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതുള്ളവർ മാത്രം ചെയ്താൽ മതി. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വളമൊക്കെ ഇട്ടിട്ട് നമ്മൾ വിത്ത് മുളപ്പിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ആരോഗ്യത്തിലുള്ള നമുക്ക് കുമ്പളങ്ങ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് മാത്രമല്ല, നമ്മളപ്പോൾ എന്ത് പച്ചക്കറി വയ്ക്കുകയാണെങ്കിലും തന്നെ നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട് നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് മണ്ണാവുമ്പോൾ നമുക്ക് കുറേ ചെടി നന്നായിട്ടൊന്ന് വലുതായി വളരുന്ന വരെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പം അത്യാവശ്യം ഒരു മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ അതിൽ അല്പം നമുക്ക് ഇതേപോലെ തന്നെ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഗ്രോ ബാഗിൽ വെക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കെട്ടി നിൽക്കാതെ തന്നെ നമുക്കതിൽ വെള്ളം നല്ലോണം വാർന്ന് പോകാനൊക്കെ ആയിട്ട് സൗകര്യമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഏകദേശം ഈ ഒരു അളവിന് മണ്ണ് നിറയ്ക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ വിത്തിനാവശ്യമുള്ള മണ്ണ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെടി വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വളവും അതുപോലെ കരിയിലൊക്കെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് ഗ്രോ ബാഗും കൂടി എടുത്തിട്ട് ഞാൻ വേറെ കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് കുമ്പളങ്ങ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 7-8 ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു 2 ഗ്രോ ബാഗിലാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 2 ഗ്രോ ബാഗിലും ഏകദേശം 3 ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഞാൻ മുകളിൽ ചകിരിച്ചോറാണ് ഇട്ട് കൊടുത്തത്. കുമ്പളങ്ങ വിത്ത് വെച്ചതിന് ശേഷം ചകിരിച്ചോറ് ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുളച്ച് വരും കേട്ടോ. കാരണം ചകിരിച്ചോറിൽ ആ വെള്ളം
നിൽക്കുകയാണ് വെച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ എന്താണ് 3 നല്ല ആരോഗ്യത്തോടെ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഒരു 2 മാസം 2-2.5 മാസം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് നന്നായിട്ട് വള്ളി പിടിച്ച് കയറാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ആഴ്ചയിൽ ഇതേപോലെ ഒന്ന് കലക്കി കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വളമില്ലേ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ജൈവസറിയാണ്. അപ്പോൾ അത് നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മാസം 2.5 മാസം ആകുമ്പോഴേക്കും അതുപോലെ നന്നായിട്ട് വള്ളി പിടിച്ച് കയറാനും കുമ്പളങ്ങ കായ്ക്കാനും ഒക്കെ തുടങ്ങും കേട്ടോ. പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കാനുള്ളതാണ്, ഇതിൽ ആൺപൂവ് പെൺപൂവ് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കായ് പിടിക്കുന്നില്ല എന്നാണ് വെച്ചാൽ, അപ്പോൾ ഇതൊരു ആൺപൂവാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ അറ്റത്ത് കുമ്പളങ്ങയുടെ ചെറിയ കുമ്പളങ്ങ ഇല്ല വെച്ച് ഇത് ആൺപൂവാണ്. ഏകദേശം ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതാണ് പെൺപൂവ്. ഇതിൻ്റെ തലപ്പിൽ ഇതിൻ്റെ താഴെയായിട്ട് ചെറിയ കുമ്പളങ്ങ പോലെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം പെൺപൂവ് കാണുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. നമുക്ക് പോളിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമുക്ക് പരാഗണം നടത്തുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് പെൺപൂവ്. അപ്പോൾ നമുക്ക് ആൺപൂവിൻ്റെ ഇതുപോലെ പൊട്ടിച്ചിട്ട് ഏകദേശം ഈ ഒരു അളവിനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെൺപൂവിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് മുട്ടി കൊടുക്കുകയോ അല്ല വെച്ചാൽ ഇതേപോലെ കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുത്താലും മതിയാവും. അപ്പം നമുക്ക് അതിൽ ആൺപൂവിലുണ്ടാകുന്ന ഒരു ചെറിയ പൊടി പോലെയുള്ള ഒരു ഇതാണ് കേട്ടോ നമുക്ക് പരാഗണം നടത്താൻ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ആരോഗ്യത്തിലുള്ള കുമ്പളങ്ങ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് കഴിയുന്നത് ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തതൊക്കെ കുറേയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചിലതൊക്കെ ഒരു ചൂട് ഒരുപാടായതുകൊണ്ട് തന്നെ ചെറിയ കായ് വന്നിട്ട് പഴുത്ത് പോണൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതല്ലാതെ ബാക്കിയൊക്കെ അത്യാവശ്യമൊക്കെ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു കുമ്പളങ്ങ തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇത് മാത്രമല്ല, മൊത്തം ഞാനിപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഒരു 10-15ഓളം കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കുമ്പളങ്ങയൊക്കെ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കേട്ടോ കുമ്പളങ്ങ കൃഷി. നമുക്ക് പ്രത്യേകിച്ച് കെയറിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതുപോലെ പടർത്തി വിടാൻ പറ്റിയ മരങ്ങളൊന്നും ഇല്ല വെച്ചാൽ നമുക്ക് ടെറസിൻ്റെ മുകളിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഷെഡുകളുടെ മുകളിലൊക്കെ നമ്മൾ പടർത്തി കൊടുക്കുകയാണോ വെച്ചാലും ഇതുപോലെ നമുക്ക് കായ്ച്ചു കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കുമ്പളങ്ങ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹെൽപ്പിന് വന്ന ചേച്ചിമാരാണ്. അപ്പോൾ അവരുടെ ഞാനൊന്ന് പറിച്ചു തരാൻ പറഞ്ഞതാണ്. പിന്നെ ഇതിലോട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മുള്ളൊക്കെ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കീടങ്ങളും അങ്ങനെ വരാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് മരുന്ന് കാര്യങ്ങളൊന്നും തെളിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണ് കേട്ടത്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാമായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.